ഹലോ ഫ്രണ്ട്സ്, ഒരു പർച്ചേസ് ബിൽ മെഡിക്കൽ ഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ട്രാൻസാക്ഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പർച്ചേസ് ഹോൾസെയിൽ ബിൽ, എൻട്രി ഡേറ്റ് ഓപ്ഷൻ്റെ അവിടെ വെച്ച് എൻ്റർ അടിക്കുക. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സപ്ലയർ ലിസ്റ്റ് നിങ്ങൾക്ക് വിസിബിൾ ആകുന്നതാണ്. ഇതിലുള്ള സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ അടിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിലില്ലാത്ത ഒരു സപ്ലയറെ ക്രിയേറ്റ് ചെയ്യുന്നതിനായി F2 ബട്ടൺ പ്രസ് ചെയ്യുക. സൺട്രി ക്രെഡിറ്റ് സപ്ലയർ എന്ന അക്കൗണ്ടിംഗ് ഗ്രൂപ്പിൽ വെച്ച് എൻ്റർ അടിക്കുക. സപ്ലയറുടെ പേര്, സ്റ്റേഷൻ, അഡ്രസ്സ്, ഇമെയിൽ, ഫോൺ നമ്പർ, ഡ്രഗ് ലൈസൻസ് നമ്പർ, GST നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് വന്നോ പേജ് ഡൗൺ കീ പ്രസ് ചെയ്തോ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സപ്ലയർ ഞാനിവിടെ ചൂസ് ചെയ്യുകയാണ്. ഇവിടെ സപ്ലയർ ഇൻവോയ്സ് ബിൽ, നമ്മളിവിടെ ഇൻവോയ്സ് ബിൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇൻവോയ്സ് ഡേറ്റ് ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുക. ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഐറ്റം ലിസ്റ്റ് നിങ്ങൾക്ക് വിസിബിൾ ആകുന്നതാണ്. ഐറ്റം സെർച്ച് ചെയ്യുക. ഇതിലില്ലാത്ത ഒരു ഐറ്റം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് F2 ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഐറ്റം ക്രിയേഷൻ വീഡിയോ മെഡിക്കൽ ഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുക. ബാച്ച് നമ്പർ ടൈപ്പ് ചെയ്യുക. എക്സ്പയറി മന്തും ഇയറും നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. മന്ത്, MRP ടൈപ്പ് ചെയ്യുക. എത്ര ക്വാണ്ടിറ്റി ആണോ പർച്ചേസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി ഇവിടെ ടൈപ്പ് ചെയ്യുക. ഫ്രീ സ്കീം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്വാണ്ടിറ്റി അവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം എൻ്റർ അടിക്കുക. പർച്ചേസ് റേറ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഡിസ്കൗണ്ട് സ്കീം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റർ അടിക്കുമ്പോൾ വരുന്ന സ്കീമിൽ നിങ്ങൾക്ക് MRP ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ അടിച്ച് വന്ന് MRP ചേഞ്ച് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഇതൊന്ന് എസ്കേപ്പ് ചെയ്ത് സ്ക്രീൻ ബാക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ എൻ്റർ അടിച്ച് അടുത്ത ഐറ്റം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ബാച്ച്, എക്സ്പയറി എന്നിവ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിലെ എൻഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. ശേഷം ഇത് പോകുന്നത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന ഓപ്ഷനാണ്. ഇത് ഓവറോൾ ബിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കത് ടൈപ്പ് ചെയ്യാം. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് എമൗണ്ട്, ഓവറോൾ ബിൽ ഡിസ്കൗണ്ട് എമൗണ്ട് ആയി സപ്ലയർ നമുക്ക് സ്കീം തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് സേവ് ചേഞ്ചസ് യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ഇവിടെ സേവ് ആവുന്നതാണ്. സേവ് ചെയ്തിട്ടുള്ള പർച്ചേസ് നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിനായി ട്രാൻസാക്ഷൻ, പർച്ചേസ്, മോഡിഫൈ ബില്ല്, ഇതിൽ ഫ്രം ടു ഡേറ്റ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ടൈപ്പ് ഫ്രം ടു ഡേറ്റ് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഓൾ ടൈം ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള എല്ലാ ബില്ലുകളും, നിങ്ങൾ അടിച്ചു കയറ്റിയിട്ടുള്ള എല്ലാ ബില്ലുകളും നിങ്ങൾക്ക് വിസിബിൾ ആകുന്നതാണ്. എൻ്റർ അടിച്ചു വരിക. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ പർച്ചേസ് ബില്ലും നിങ്ങൾക്ക് ഇവിടെ ഷോ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് എൻ്റർ അടിച്ച് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത് മോഡിഫൈ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതേ സ്ക്രീനിൽ വെച്ച് തന്നെ.